കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. RCFL എന്ന അനിൽ അംബാനിയുടെ കമ്പനിയിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ 60,80,00,000 രൂപ നിക്ഷേപിച്ചു. വിശ്വാസ്യത പരിശോധിക്കാതെ മുങ്ങിത്താഴുന്ന കമ്പനിയിലാണ് പണം നിക്ഷേപം. ഭരണതലത്തിലുള്ളവരുടെ അറിവോടെ കമ്മീഷൻ വാങ്ങിയാണ് ഉദ്യോഗസ്ഥർ തുക നിക്ഷേപിച്ചത്. ഒരു ഗ്യാരണ്ടിയുമില്ലാതെയാണ് ഈ പണം നിക്ഷേപിച്ചതെന്നും സതീശൻ ആരോപിച്ചു. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ് അനിൽ അംബാനിയുടെ RCFL, അതായത് റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ 60,80,00,000 രൂപ നിക്ഷേപിച്ചു. 2018-19 KFCയുടെ ആനുവൽ റിപ്പോർട്ട്, അതിൽ ഈ കമ്പനിയുടെ പേര് മറച്ചു. പണം നിക്ഷേപിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി എന്താണെന്നൊരു അന്വേഷണം നടത്തണ്ടേ? ഇതൊന്നും പരിശോധിക്കാതെ വലിയ തുക കമ്മീഷനായി വാങ്ങിച്ചിട്ടാണ് ഭരണ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ചില ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി ചെയ്തിരിക്കുന്നതാണ്. ഇത് ഒരു ഗ്യാരണ്ടി ഇല്ലാതെയാണ് ഈ പണം നിക്ഷേപിച്ച് ഇത്രയും പണം നഷ്ടപ്പെടുത്തിയത്. ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഷിജോ, എന്തൊക്കെ ചട്ടലംഘനമാണ് ഈ പണനിക്ഷേപത്തിൽ സതീശൻ ഉന്നയിക്കുന്നത്? അജിംസ, കേരള സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായിട്ടുള്ള കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെ കോടികളുടെ അഴിമതി ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിക്കുന്നത്. 2018 അനിൽ അംബാനിയുടെ കമ്പനിയായിട്ടുള്ള റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻഷ്യൽ ലിമിറ്റഡിന് കീഴിൽ ഈ 60,80,00,000 രൂപ നിക്ഷേപിച്ചു. RCFL എന്ന് പറയുന്ന അനിൽ അംബാനിയുടെ കമ്പനിയിൽ ഒരു മാനദണ്ഡവും പാലിക്കാതെ സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായിട്ടുള്ള കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ 60,80,00,000 രൂപ നിക്ഷേപിച്ചു എന്നുള്ള വലിയ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. ഒരു വിധത്തിലുമുള്ള മാനദണ്ഡം ഈ നിക്ഷേപത്തിൽ പാലിച്ചിട്ടില്ല. എന്തൊക്കെയോ ചില എഗ്രിമെന്റുകളൊക്കെ വരുത്തി കാട്ടിക്കൂട്ടി ഒരു ചുമ്മാ കൊണ്ട് പണം നിക്ഷേപിക്കുകയാണ് ചെയ്തത്. സാധാരണഗതിയിൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പ്രവർത്തിക്കേണ്ടത് സംസ്ഥാനത്തുള്ള MSMEകൾക്ക് വായ്പ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വായ്പ കൊടുക്കേണ്ട ഒരു സ്ഥാപനം എന്തിന് 60,80,00,000 രൂപ അനിൽ അംബാനിയുടെ കമ്പനിയിൽ നിക്ഷേപിച്ചു എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് പ്രധാനമായും ചോദിക്കുന്നത്. അതായത് 2015 മുതൽ വലിയ സാമ്പത്തിക ബാധ്യതയിലൂടെ കടക്കണിയിലൂടെ കടന്നു പോകുന്ന ഒരു കമ്പനിയാണ് അനിൽ അംബാനിയുടേത്. അപ്പോൾ അങ്ങനെ 2015 മുതൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അത്തരം ഒരു കമ്പനിയിൽ എന്തിന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ 60,80,00,000 രൂപ നിക്ഷേപം നടത്തി എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് പ്രധാനമായും ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മുങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ മുച്ചൂടും മുടിഞ്ഞു നിൽക്കുന്ന ഒരു കമ്പനിയിൽ കൊണ്ടുപോയി എന്തിന് KFC പണം നിക്ഷേപിച്ചു എന്നുള്ള ചോദ്യം പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നുണ്ട്. 2018 ഈ തുക നിക്ഷേപിക്കുന്നു, 2018-19 ഈ കമ്പനി പ്രവർത്തിക്കുന്നു, 2019-20 ഈ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്നു, പൂട്ടിപ്പോകുന്നു. അങ്ങനെ പൂട്ടിപ്പോയ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ മുങ്ങാൻ പോകുന്ന ഒരു കമ്പനിയിൽ എന്തിനും പണം നിക്ഷേപിച്ചു എന്നുള്ള ചോദ്യമുണ്ട്. 2015 മുതൽ വലിയ സാമ്പത്തിക ബാധ്യതയിൽ കടന്നു പോകുകയാണ് അനിൽ അംബാനി. അപ്പോൾ 2019 ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ട കമ്പനി, ഈ പറയുന്ന കമ്പനിയുടെ ഒരു പ്രവർത്തനവും അല്ലെങ്കിൽ ഈ കമ്പനിയിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള കാര്യങ്ങൾ പോലും സംസ്ഥാന സർക്കാർ മറച്ചു വെച്ചു എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. 2018 നിക്ഷേപം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് മറച്ചു വെച്ചു. ഇങ്ങനെ ഒരു എഗ്രിമെന്റിനെ കുറിച്ച് സർക്കാർ പറഞ്ഞില്ല. 2019 ഇത് മറച്ചു വെച്ചു. 2023-24 ഇങ്ങനെ RCFL പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നത്. ഈ പണം നിക്ഷേപിച്ചു എന്ന് പറയുമ്പോഴും 2019 കമ്പനി പൂട്ടിപ്പോയി. 2023 ഈ കമ്പനിയിൽ നിന്ന് പൂട്ടിപ്പോയെങ്കിലും ഈ പണം കിട്ടാൻ അർഹതയുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതായത് ഈ പൂട്ടിപ്പോയ കമ്പനിയിൽ നിന്ന് 60,80,00,000 രൂപ തിരിച്ചു കിട്ടും, ഇപ്പോഴും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇരിക്കുന്നത്, അല്ലെങ്കിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഇരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എന്തായാലും വലിയ അഴിമതി ആരോപണമാണ് കേരള സർക്കാർ സ്ഥാപനമായിട്ടുള്ള കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും എന്താണ് പറയുന്നത് എന്ന് നോക്കിയതിന് ശേഷം മറ്റ് കാര്യങ്ങൾ പറയാം എന്നൊരു കാര്യം കൂടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. ഏത് തരത്തിലുള്ള അന്വേഷണമാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ പറയുന്നില്ല. സംസ്ഥാന സർക്കാർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കട്ടെ, അതിനുശേഷം മറ്റ് കാര്യങ്ങൾ പറയാം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ കോടികളുടെ അഴിമതി ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നു. അനിൽ അംബാനിയുമായിട്ട് സംസ്ഥാന സർക്കാരിനുള്ള ബന്ധം, അതായത് ദേശീയ തലത്തിൽ കോർപ്പറേറ്റുകളുമായിട്ട് മോദി സർക്കാർ എങ്ങനെ കൂട്ടുകൂടുന്നോ അതേ രീതിയിൽ തന്നെയുള്ളൊരു ബന്ധം സംസ്ഥാന സർക്കാരിനുമുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് എങ്ങനെ, അതായത് മറ്റ് കോർപ്പറേറ്റ് നിക്ഷേപങ്ങൾ കേന്ദ്രം നടത്തുമ്പോൾ അതേ രീതിയിൽ തന്നെയുള്ള ഒരു അനിൽ അംബാനിയുടെ കമ്പനിയിൽ കൊണ്ടുപോയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനമായിട്ടുള്ള കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ 60,80,00,000 രൂപ നിക്ഷേപിക്കുന്നു. ഇപ്പോൾ ഈ നിക്ഷേപം നടത്തുമ്പോൾ ഈ കമ്പനി ഇപ്പോഴത്തെ ഇതുവരെയുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ 101 കോടി രൂപ കേരളത്തിന് കിട്ടേണ്ടതാണ്. അതായത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന് 60,80,00,000 രൂപ നിക്ഷേപിച്ചപ്പോൾ പലിശ അടക്കം 101 കോടി രൂപ കിട്ടേണ്ടതാണ്. എന്നാൽ ഈ കമ്പനി
ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ആകെ കിട്ടിയത് 7,09,00,000 രൂപ മാത്രമാണ്. അപ്പോൾ 60 കോടി 80 ലക്ഷം രൂപ നിക്ഷേപിച്ചതിൽ തിരിച്ചു കിട്ടിയത് 7,09,00,000 രൂപ മാത്രമാണ്. അതിൽ തന്നെയുണ്ട് ഏതാണ്ട് 50 കോടിയിലധികം രൂപയുടെ നഷ്ടം. ഏറ്റവും കുറഞ്ഞത് 101 കോടിയെങ്കിലും പലിശ അടക്കം കിട്ടേണ്ടതാണ്. അതുപോലും കിട്ടാതെ വലിയ നഷ്ടക്കച്ചവടത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോയിട്ടുണ്ട് എന്നുള്ള വിമർശനം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു. അതിന് ഭരണതലത്തിലുള്ള അനുമതിയുണ്ട്. ഭരണതലത്തിലുള്ള ആളുകൾ ഇതറിയാതെ ഇങ്ങനൊരു നിക്ഷേപം നടത്താൻ പറ്റില്ല. അതായത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് പലതരത്തിലുള്ള അനുമതിയും മറ്റ് പല മാനദണ്ഡങ്ങളും പാലിച്ചു വേണം ഇത് ചെയ്യാനായിട്ട്. ഒരു മാനദണ്ഡവും പാലിച്ചിട്ടില്ല. കൃത്യമായിട്ടുള്ള ആളുകളുടെ ഒത്താശ ഇതിനകത്തുണ്ട്. അപ്പോൾ ഭരണതലത്തിലുള്ള ഒത്താശ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന് കീഴിലുള്ള ആളുകൾക്ക് ഈ നിക്ഷേപം നടത്തുന്നതിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിമർശനം കൂടി പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയാണ്. എന്തായാലും ഇതിനോട് സർക്കാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കിയതിന് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ പ്രതിപക്ഷം ഇനിയിപ്പോൾ തീരുമാനിക്കുക. അജിംസ്. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അനിൽ അംബാനിയുടെ ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ട കമ്പനിയിൽ നിക്ഷേപിച്ച 60 കോടി രൂപ വെള്ളത്തിലായി എന്ന ആരോപണമാണ് സതീശൻ ഉന്നയിച്ചത്.